ലേവ്യ പുസ്തകം അധ്യായം 17. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോടോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേലരോടും പറയുക, കർത്താവ് കൽപ്പിക്കുന്നു, ഇസ്രായേൽ ഗൃഹത്തിൽ ആരെങ്കിലും കാളയെയോ ആട്ടിൻകുട്ടിയെയോ കോരാടിനെയോ പാളയത്തിൽ വച്ചോ പാളയത്തിന് പുറത്തു വച്ചോ അറുക്കുകയും അതിനെ കർത്താവിന്റെ കൂടാരത്തിന്റെ മുമ്പിൽ കർത്താവിന് വഴിപാടായി അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അത് അവന് രക്തപാതകമായിരിക്കും. അവൻ രക്തം ചൊരിയിച്ചു ആ മനുഷ്യനെ അവന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയണം. ഇസ്രായേലിയർ വെളിമ്പ്രദേശത്ത് വെച്ച് അർപ്പിച്ചു വരുന്ന യാഗങ്ങൾ ദൈവത്തിന് സമാധാന യാഗങ്ങളായി അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ അടുക്കൽ ദൈവസന്നിധിയിൽ കൊണ്ടുവരേണ്ടതാകുന്നു. പുരോഹിതൻ അവിടെ രക്തം സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ദൈവത്തിന്റെ യാഗപീഠത്തിന്മേൽ തെളിച്ച് മേധസ് ദൈവത്തിന് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. അവർ വഴിതെറ്റി പിന്തുടരുന്ന പിശാചുക്കൾക്ക് ഇനി അവരുടെ ബലികൾ അർപ്പിക്കരുത്. ഇത് തലമുറ തലമുറയായി അവർക്ക് ശാശ്വത നിയമമായിരിക്കണം. നീ അവനോട് പറയുക, ഇസ്രായേൽ ഗൃഹത്തിലോ നിങ്ങളുടെ മധ്യേ പാർക്കുന്ന വിദേശികളിലോ ആരെങ്കിലും ഹോമയാഗമോ ഹനനയാഗമോ അർപ്പിക്കുകയും അത് ദൈവത്തിന് അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അവനെ ജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയണം. ഇസ്രായേൽ ഗൃഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന വിദേശികളിലോ ആരെങ്കിലും വല്ല രക്തവും ഭക്ഷിച്ചാൽ രക്തം ഭക്ഷിച്ചവന്റെ നേരെ ഞാൻ എൻ്റെ ക്രോധമയച്ച് അവനെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയും. ശരീരത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരം നടത്തുവാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ ഉള്ളതിനാൽ പ്രായശ്ചിത്തമാകുന്നത്. അതുകൊണ്ടത്രേ നിങ്ങളിൽ ഒരുവനും രക്തം ഭക്ഷിക്കരുത്. നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന വിദേശിയും രക്തം ഭക്ഷിക്കരുത് എന്ന് ഞാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്. ഇസ്രായേലിലോ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിലോ ആരെങ്കിലും ഭക്ഷ്യയോഗ്യമായ ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അവൻ അതിൻ്റെ രക്തം ഊറ്റിക്കളഞ്ഞ് മണ്ണിട്ട് മൂടണം. സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവധാരമായ രക്തം ആകുന്നു. അതുകൊണ്ടത്രേ ഞാൻ ഇസ്രായേൽ മക്കളോട് യാതൊരു ജഡത്തിന്റെ രക്തവും നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് കൽപ്പിച്ചത്. സകല ശരീരത്തിൻ്റെയും ജീവൻ അതിൻ്റെ രക്തമാകുന്നു. അത് ഭക്ഷിക്കുന്നവനെയെല്ലാം വിച്ഛേദിച്ചു കളയണം. താനെ ചത്തതിനെയോ കടിച്ച് കീറപ്പെട്ടതിനെയോ ഭക്ഷിക്കുന്നവനെല്ലാം സ്വദേശിയായാലും വിദേശിയായാലും വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ ശുദ്ധനായിരിക്കുകയും വേണം. പിന്നെ അവൻ ശുദ്ധിയുള്ളവനാകും. വസ്ത്രം അലക്കാതെയും ദേഹം കഴുകാതെയും ഇരുന്നാൽ അവൻ കുറ്റക്കാരനായിരിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.